മണിക്കൂർ കൊണ്ട് നമ്മൾ എത്രത്തോളം ബ്ലൂബെറിയാണ് പിച്ചി എടുത്തിട്ടുള്ളതെന്ന് നോക്കിയേ. ഇത് വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 11,000 രൂപയോളം കിട്ടും നമുക്ക്. അപ്പം അതെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിൻ്റെ ചിക്കൻ്റെ ബാക്കി മസാലകളും എല്ലാം കൂടി ഇട്ടത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സലാഡ്സും ഒക്കെ ഇട്ട് നമ്മളിത് ടോർട്ടിലേക്കകത്ത് വെച്ച് അതാണ് കഴിക്കുന്നത്. ഈസി ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ചു മുന്നേ ബ്രെഡും ജാമും കഴിച്ചു. പിന്നെ ഇപ്പൊ ഇത് കഴിക്കോ കുഞ്ഞല്ലേ? ഇതെങ്ങനുണ്ട്? സൂപ്പറാ. ദേ നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച ബ്ലൂബെറി ജാമില്ലേ, ഇത് തേച്ചിട്ടായിരുന്നു നമ്മൾ ബ്രെഡ് കഴിച്ചത്. നല്ല അടിപൊളി ജാമാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മുടെ ജാം കഴിക്കാൻ വേണ്ടി തന്നെ നമ്മളിങ്ങനെ ബ്രെഡ് വാങ്ങിച്ചു വെക്കും. എങ്ങനെയുണ്ടാ? സൂപ്പറാ. വൈകിട്ടേ നമ്മൾ അന്നയുടെ വീട്ടിൽ വരെ പോവാണ്. കണ്ടോ, കാറെല്ലാം നനഞ്ഞിരിക്കുക. കുറച്ച് മുന്നേ മഴ പെയ്തായിരുന്നു, ചെടികളും എല്ലാം നനഞ്ഞല്ലേ. പിന്നങ്ങ് മാറി, മഴ പെയ്ത് പിന്നങ്ങ് മാറി. ഇപ്പൊ നമ്മൾ എന്തിനു പോവാ? അന്നയ്ക്ക് സലാഡ് കൊടുക്കാൻ പോവാ. നമ്മുടെ വീട്ടിൽ ഒരുപാട് സലാഡ്സ് ഒക്കെ പിടിച്ചത് ഇപ്പൊ ഉണ്ട്. അപ്പൊ അതെ, എല്ലാം ഇങ്ങനെ കൂടി കിടക്കുക. പിച്ചാൻ ഭയങ്കര പാടാ. അപ്പൊ കുഞ്ഞെല്ലാം പിച്ചി എടുത്തിട്ടുണ്ട് അന്നയ്ക്ക് കൊടുക്കാനാ. പിന്നെന്തോ അന്നയ്ക്ക് കൊടുക്കാൻ എടുത്തത് നമ്മള്? ചോക്ലേറ്റ് കൊണ്ടല്ലേ. അപ്പൊ അന്നയാണെ കുഞ്ഞിന് എപ്പോഴും ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തരും അല്ലേ. എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് തരുന്നത്? തുയ്യക്ക് ഉടുപ്പ് വാങ്ങിച്ചോണ്ട് തന്ന്, മൈക്രോവേവ് വാങ്ങിച്ചോണ്ട് തന്ന് അല്ലേ. ഇങ്ങനെ ഫാൻ വാങ്ങിക്കൊണ്ട് തന്ന്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു ഇടയ്ക്കൊക്കെ ഇങ്ങനെ അന്നയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പാത്രം ഉണ്ടായിരുന്നു. അയ്യോ, ആ പാത്രം അവിടെ ഇരിക്കുമോ? ഞാൻ എടുത്തോണ്ട് വരട്ടെ. പാത്രം, ഒരു കേക്ക് തന്നു വിട്ട പാത്രം ഇരിപ്പുണ്ട്. ഇത് നമ്മൾ അവിടുന്ന് കേക്ക് കൊണ്ടുവന്ന പാത്രമായിരുന്നു. അപ്പോൾ അതും കൊണ്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ അയലത്തോട്ടൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ സലാഡും കൊണ്ട് പോവാണ്. അവർ വേറെ ഒന്നും കഴിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ ചീരയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് കഴിക്കാനും അതൊന്നും അവർക്ക് അറിയത്തില്ല. പിന്നെ ആകെ കഴിക്കുന്നത് ഇങ്ങനെ സലാഡ്സ് മാത്രമാണ്. ടൊമാറ്റോ ഉണ്ട്, ടൊമാറ്റോ അവർക്കും ഉണ്ട്. കുക്കുംബർ അങ്ങനത്തെ സാധനം എല്ലാം അവരും വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇല്ലാത്തത് ഈ പ്രാവശ്യം സലാഡ്സ്. അപ്പൊ കുറച്ചു നാൾ മുന്നേ അവര് വന്നിട്ട് പിച്ചിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലേ. അതെനിക്ക് നായത്തി പിടിക്കാം, അല്ലെ താഴെ പോവും. അപ്പൊ ഞാൻ കേറട്ടെ, നമുക്ക് പോയി കൊടുത്തിട്ട് വരാം. അപ്പൊ സലാഡ്സും ചോക്ലേറ്റും ഒക്കെ അന്നയ്ക്ക് കൊടുത്തു അന്നയ്ക്ക്. നമ്മളങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ അവിടുത്തെ പൂച്ചക്കുട്ടൻ എവിടുന്നാന്ന് അറിയത്തില്ല, അവൻ ഓടി വന്ന് നമ്മുടെ കീഴിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കുറെ നേരം അവിടെ ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്ക് അന്ന പോയിട്ട് കുറെ കളിപ്പാട്ടമൊക്കെ എടുത്തോണ്ട് വന്നു. പിന്നെ ഏവക്കുട്ടനുമായിട്ട് രണ്ടുപേരുടെ അവിടെ ഇരുന്ന് കളിയായി. അപ്പൊ നമ്മള് പോവാണല്ലേ. കുറെ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. മഴയാണ്, ഇപ്പൊ രാത്രിയായി. ഇതാ റെയിൻബോ വന്നിട്ടുണ്ടേ. മഴ പെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ടിങ്ങനെ റെയിൻബോയും ഉണ്ട്. നമ്മളിത് അന്നയുടെ വീടിൻ്റെ വാതിക്കെ നിൽക്കുകയാണ്. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇതാ കണ്ടോ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. റെയിൻബോ ഇതാ അവിടെ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. വല്ലാത്തൊരു ഫീലാണല്ലോ. നമ്മൾ കാറ് നിർത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കുവാണ്. ഇത്രയും നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഏവക്കുട്ടെന്താ കാറിനകത്തിരിപ്പുണ്ട്. അച്ഛൻ കാറിനകത്തിരുന്ന് കാണുന്നു. ഞാൻ മഴ നനഞ്ഞ് വെളിയിൽ ഇറങ്ങിയെന്ന് നോക്കുവാ. ഇത് പുട്ടും മുട്ടയും പഴവും പപ്പടവും എന്തൊക്കെയാ ഏവക്കുട്ട? നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണോ? ആണ്. എന്താ മുട്ടക്കറി, ഏവക്കുട്ടന് മുട്ട പുഴുങ്ങിയത് അല്ലേ, പപ്പടം വറുത്തത്, ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അടുത്ത ദിവസവും നമ്മൾ ബ്ലൂബെറി പിക്കിങ്ങിനായിട്ട് വന്നതാണ് കാട്ടിനുള്ളിൽ. ജോഡി ഒരു വണ്ടിനെ കണ്ടോളേ. വന്ന പാടെ ഇവിടെ ഒരു വണ്ട് തേൻ കുടിക്കുന്നു. അതങ്ങ് പൊക്കോളൂ, ഇങ്ങോട്ട് പോയി സൈഡിൽ കഴിഞ്ഞ് പോരും. ഇന്ന് ഞാനാണെ മടിച്ചിരിക്കുമായിരുന്നു വരാനായിട്ട്. ആകപ്പാടെ ഒരു മടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഏവക്കുട്ടന് ബ്ലൂബെറി പിക്കിങ്ങിന് പോകണമെന്നും പറഞ്ഞ് ഏവയുടെ ബഹളം കൊണ്ട് വന്നതായിരുന്നു. അങ്ങനെ ദേ വന്നതാ. ഒരു മരം വീണ് കിടക്കുന്നേ. കാട്ടിലെല്ലാം മരം വീണിങ്ങനെ കിടക്കും. പോ നടക്കും. അതിനകത്ത് കല്ലുകള്. പോ നടക്ക. അച്ഛൻ ബക്കറ്റ് പിടിക്കണ പിന്നെ എത്ര ബക്കറ്റ് പിടിക്കും? ഏവയ്ക്കൊരു ബക്കറ്റുണ്ട്, അച്ഛയ്ക്കൊരു ബക്കറ്റുണ്ട്, എനിക്കൊരു ബക്കറ്റുണ്ട്. ബക്കറ്റ് കണക്കിന് കൊണ്ടുപോകാനാ പ്ലാൻ.
എന്തോരം പിച്ചെന്ന് നോക്കണമല്ലോ എല്ലാവരും. ഇവിടെ നിന്നൊക്കെ പിച്ചിക്കൊണ്ട് പോയ പോലെ തോന്നി. ഇതിലങ്ങ് ഒന്നും നിൽക്കില്ല. ഈ പ്രാവശ്യം ബ്ലൂബെറി പിക്കിങ്ങിന് അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ തന്നെ മുന്നിട്ടങ്ങ് ഇറങ്ങും. ഒരുപാട് വിസയൊക്കെ റിജക്ട് ചെയ്തു. വലിയ മരം മുറിച്ചിട്ടേക്കുന്നു. നടക്ക്, അച്ഛനോടൊപ്പം ചാടി ചാടി നടക്ക്. അങ്ങനെ നടക്ക്. സൂക്ഷിച്ച് കയറണേ. നോക്കി എല്ലായിടം നോക്കിയിട്ടൊക്കെ വേണം കയറാൻ. അപ്പം അതേ ഹേവക്കുട്ടന് ഗ്ലൗസ് ഒക്കെ ഇട്ട് കൊടുത്ത്. ഗ്ലൗസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അധികം കയ്യിലൊന്നും പറ്റാതെ അല്ലേ ചെയ്യാൻ പറ്റും. സേഫ്റ്റിയാണ്. കാടാണല്ലോ, അപ്പം നമ്മൾ സൂക്ഷിക്കണം. നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല. ഇന്നെന്തായാലും നമ്മളിത് പിച്ചാനായിട്ട് തന്നെ വന്നതാണ്. അപ്പം പിച്ചുക. ഏവക്കുട്ടിയുടെ സ്വന്തം ബക്കറ്റ്, പാത്രങ്ങൾ ഒന്ന് കാണിച്ചേ. പിന്നെ പുതിയ ബക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുക്കത്തില്ല, പിണങ്ങി. അച്ഛനുമായിട്ട് പിണങ്ങി, ഇനി കാണിച്ചു തരത്തില്ല. ഓക്കെ, ക്ലീൻ ചെയ്ത് കിട്ടോ, എല്ലാം കിട്ടോ, ഫൈൻ. അത് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇപ്പം അവിടെ കൊണ്ടുവന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇപ്പം ദേ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അതെ കുഞ്ഞു പിച്ചിയതാണ് ഏറ്റവും കൂടുതൽ. കണ്ടോ, 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പിച്ചിയതാണ്. ഇത് അച്ഛ പിച്ചിയത്, പിന്നെ ഇത് ഞാൻ പിച്ചിയത്. ഏകദേശം ഒരു 6-7 കിലോ കാണും എല്ലാം കൂടെ, അല്ലേ അച്ഛേ? അപ്പം ഇത്രയാണ് പിച്ചിയത്. ഞാനാണെന്നുണ്ടെങ്കിൽ വലിയ സൈസ് നോക്കി. എൻ്റെ ഇതിനകത്തോട്ട് നോക്കിയാൽ തന്നെ അറിയാം. അത് കണ്ടോ, വലിയതാണ് എല്ലാം. പിന്നെ അച്ഛയുടെ അതിനകത്തും ഉണ്ട് വലുതൊക്കെ. ഏവക്കൂട്ടൻ്റെ അതിനകത്തും ഉണ്ട്. നല്ല അടിപൊളി സൈസ് ബ്ലൂബെറീസ് ആണെല്ലാം. അച്ഛൻ കാട്ടിനകത്തോട്ട് കയറിപ്പോയി. എല്ലാവർക്കും ചൂടെടുക്കുന്നു. അപ്പോൾ ജാക്കറ്റൊക്കെ ഊരി. പക്ഷേ മഴയും പെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ വിയർത്ത് കുളിക്കുക. നല്ലതല്ലേ നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നേ മടി പിടിച്ചിരിക്കുന്നതിലും നല്ലത് വെളിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വിയർക്കുകയും ചെയ്യും. ഇവിടെ ചൂടാ. അതെ, പോക്കറ്റ് മണി ആവും, ഒരു എൻജോയ്മെന്റ് ആവും. എല്ലാം കൂടെ ഒന്നിച്ചുള്ള പരിപാടിയാണ്. മഴയുടെ സൗണ്ട് എടുക്കുന്നതല്ല, മഴ പെയ്യുന്നേ. അത് ഏവക്കുട്ടൻ്റെ ജാക്കറ്റ് താഴെ പോയി. കെട്ടി വെക്കച്ചേ. അച്ഛൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോരിക്കൊണ്ടിങ്ങനെ വരുമോ. അച്ഛാ പ്രോയാ. ഞാനാണെന്നുണ്ടത് ഈ പല്ലില്ലാത്തത് വെച്ചിട്ടാ ഇത്ര പിച്ച്. 2 എണ്ണത്തിന്റെ പോയി, അതിനകത്തില്ല. എന്നിട്ട് ഞാൻ 1/2 ബക്കറ്റോളം പിച്ചി. പുതിയത് വാങ്ങിക്കാൻ പറ്റില്ല. ആകെ 1 എണ്ണേ ഉള്ളായിരുന്നു പോയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 എണ്ണം പോയി. എന്നിട്ട് ഞാനത് ആദ്യം പിച്ചാൻ തുടങ്ങിയപ്പോൾ തന്നെ 2ാമത്തെയും പോയായിരുന്നു. ഈ പല്ലില്ലാത്ത 2 പല്ലില്ലാത്ത ഇത് വെച്ചോളാം ഞാൻ പിച്ചുന്നത്. അച്ഛക്ക് അച്ചടത് കൊടുക്ക്. നമ്മൾ പിച്ചിക്കൊണ്ട് വന്നത് നമ്മുടെ പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, ഇട്ടോ. കുഞ്ഞിരട്ടെ, ഇട്. കുഞ്ഞിന്റെ എന്ത് ചേച്ചി? കുഞ്ഞിന്റെ കിട്ടണോ? പിന്നെ കിട്ടും. ഹാർഡ് വർക്കിംഗ് പീപ്പിളാ അല്ലേ പൊന്നാ? ഇത് കൊടുത്താൽ നമുക്ക് കാശ് കിട്ടും അല്ലേ? എന്നിട്ട് നമ്മൾ എന്തോ വാങ്ങിക്കും നമ്മള്? അപ്പാപ്പം വാങ്ങിക്കും. ഉടുപ്പയവയ്ക്ക് വാങ്ങിച്ചല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പിച്ചി ക്ലീൻ ചെയ്ത ബ്ലൂബെറി നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു. അത്രയും തന്നെ കൊടുത്തപ്പോൾ നമുക്ക് ഏകദേശം 27 യൂറോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3000 രൂപയുടെ അടുത്ത് വരും. വിറ്റ് കാശാക്കി. അച്ഛനും മോളും കൂടെ അതാ ഷോപ്പിങ്ങും കഴിഞ്ഞു. എന്തോ വാങ്ങിച്ചേ കുട്ടന്? ഉടുപ്പ് കാണിച്ചു തരാവോ? വാവ്, ഏവക്കൂട്ടനിതേ ബ്ലൂബെറി ഒക്കെ പിക്ക് ചെയ്തതിന് ഡ്രസ്സ് വാങ്ങിച്ചു അല്ലേ? സൂപ്പർ. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. കാശ്, പണം, ദുട്ട്, മണി. കണ്ടോ, നമ്മുടെ ബെറി വിറ്റ പൈസയാണ്. നോക്കൂ. ഏവക്കൂട്ടനപ്പം അത് ഇട്ട് കാണിക്കുവാണ് കേട്ടോ. പുതിയതായിട്ട് വാങ്ങിച്ചോണ്ട് വന്നെയാണ്. കുഞ്ഞിന്റെ ഡേ കെയർ തുറക്കുമ്പോ ഇട്ടോണ്ട് പോകേണ്ടതാ അല്ലേ പൊന്നാ? ഇട്ടോണ്ട് അതിനാ സൂപ്പർ. അപ്പൊ അച്ഛനും മോളും കൂടെ
വെളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ എനിക്ക് സുഷി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഏവക്കുട്ടനും ഉണ്ടോ ഇതിൽ? ഏവക്കുട്ടൻ്റെ ട്യൂണ സുഷി ഇതിനകത്തുണ്ട്, കുക്ക് ചെയ്തത്. പിന്നെ എനിക്കിത് അല്ലാതെ സുഷി വാങ്ങിച്ചു. അപ്പോൾ ഇപ്പം കണ്ടത് നമ്മൾ ഫസ്റ്റ് ഡേ ബ്ലൂബെറി പിച്ച് വിറ്റ ദിവസത്തെ വിശേഷങ്ങളായിരുന്നു. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ മഴ പെയ്യുകയാണിപ്പോൾ. മഴയത്ത് പോയി നിന്നിട്ടും കാര്യമില്ലല്ലോ, ഭയങ്കര പാടാണ് മഴ. പിന്നെ നമ്മളെല്ലാവരും ടയേർഡായി. അപ്പോൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച്. അതെ, നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് നമ്മൾ. ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ട്, തരാം. ഓ കുഴഞ്ഞല്ലേ. അതെ, പിന്നെയും പിച്ച് നമ്മൾ. അതെ, കൂടെ ഇലകൾ കളക്ട് ചെയ്തു. അച്ചടി ദാഹിച്ച് വെള്ളം കുടിക്കുന്നു, എനിക്കും കുടിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബക്കറ്റിലോട്ട് ഇടാം. ഇനി ഇട്. വേണ്ട, ഇടുവാണേ. ഓക്കെ, ഇടട്ടെ. അടുത്ത ബക്കറ്റ് എല്ലാം വലുതാ. പിന്നെ നല്ല സൈസാ ഉണ്ടോ. ഇങ്ങനെ കൊടുത്താലും പൈസ കിട്ടും. ക്ലീൻ ചെയ്ത് എടുത്താൽ കൂടുതൽ കാശ് കിട്ടും. നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തായാലും കഷ്ടപ്പെട്ടാണ്. അതെ, എന്തോ അത്. ഓക്കെ, വെക്കച്ചേ. എവിടെ എൻജോയ് ചെയ്തോ? സൂപ്പറായിരുന്നോ? ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു. കണ്ടോ, കുറച്ച് കൊതുകുണ്ടായിരുന്നല്ലേ? കൊതു കുത്തി നെറ്റിയിൽ. അത് വെച്ചാൽ കുഞ്ഞ് നല്ലോണം എൻജോയ് ചെയ്ത്. കാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ മൂസിന്റെ കാൽപ്പാട് കണ്ട്. ആദ്യത്തെ പറഞ്ഞത് പെല്ലായിരിക്കും. അതെ, മൂങ്ങ പോലൊരു സാധനമായിരുന്നു വെച്ചേ. ഞാൻ പറഞ്ഞത് മൂങ്ങയാണ്, അപ്പൊ കുഞ്ഞ് പറഞ്ഞത് കമ്പ് വെച്ച് ചെയ്തതാണ്. കുഴഞ്ഞല്ലേ, ഭയങ്കര ചൂടാ, അതുകൊണ്ടാ. നമ്മൾ ഒരുപാട് ഡ്രസ്സ് ഇട്ടിപ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാട്ടി വരുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇടണം. കാട്ടി വരുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇടണം. നമുക്ക് പോയാലോ? കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ ഒരു സുഖം. ഭയങ്കര ചൂടായിരുന്നു, നല്ല ചൂടുണ്ട്. നമ്മൾ ഹാർഡ് വർക്കും കൂടെ ചെയ്യുമ്പോഴേ വലിയ കാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വീട്ടിലിരിക്കുക വെറുതെ, നമുക്ക് അവധിയാണ്. നമ്മൾ കൂടുതലായിട്ട് എങ്ങോ ഇപ്രാവശ്യം ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും പോയില്ല. നമ്മുടെ ഒരു സാഹചര്യം അങ്ങനെ അല്ലല്ലോ. ഒരു വർഷം നമുക്ക് ഒത്തിരി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ഒരു വർഷമായിരുന്നു. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെ അടിച്ചുപൊളിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്നതിന് നല്ലതല്ലേ. കുഞ്ഞിനും ഒരു എന്റർടൈൻമെന്റ് ആകും. കാട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കും വെറുതെ സോഫയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നതിന് നല്ലത്. അതെ, പിന്നെ ഇപ്രാവശ്യം എല്ലായിടവും ഇഷ്ടം പോലെ ബെറിയുണ്ട്. കാരണം ഈ പിക്ക് ചെയ്യാൻ ആൾക്കാരും കുറവാണ്. പോകുന്നിടത്തും നോക്കുന്നിടത്തും എല്ലാം ഉണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് പിച്ചാൽ അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റ് മണി കിട്ടും. നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ എത്തി കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ. ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ കട്ടെടുക്കുന്നതൊക്കെ എന്നോട് കമന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടെടുക്കുന്നൊന്നും അല്ല, ഇതൊക്കെ എല്ലാവർക്കും പിച്ചാനുള്ള റൈറ്റ്സ്. അതെ, നമ്മൾ ഈ പബ്ലിക്, അതായത് ഒരാളുടെ പ്രൈവറ്റ് പ്ലേസിൽ അല്ലേ, പ്രൈവറ്റ് പ്ലേസിൽ പോയിട്ട് നമുക്ക് പിച്ചാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒരാളുടെ സ്വന്തമാണ് ഈ കാടെങ്കിൽ അവിടെ പോയി പിച്ചാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഈ പൊതുവായിട്ടുള്ള പബ്ലിക് കാർഡുകൾ എവിടെ വേണമെങ്കിലും പോയി പിച്ചാൽ ഇത് എവരിമാൻ റൈറ്റ്സ് ആണ്. ഏത് ബെറി വേണമെങ്കിലും പിച്ചണമെന്നാണ് പറയുന്നത്. ഫിനിഷ് കാർഡുകൾ ഒരുപാട് ബെറീസ് ഉണ്ട്. നിങ്ങളുടെ കുടുംബമായിട്ട് പോയി പിച്ച് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ നല്ല കുടുംബമാണെന്ന്. മനസ്സിലായോ? നമുക്ക് വരുന്ന കമന്റ്സ് ആണത്. അത് നിങ്ങൾ കുടുംബവും ഫാമിലി ഒത്ത് കാട്ടിൽ പോയി ആ ബെറീസ് ഒക്കെ പിച്ചുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫാമിലിയാണെന്ന് അവര് പറയുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാർ കാണുമ്പോൾ പറയാം, അയ്യോ നിങ്ങൾ അവിടെ ഒക്കെ പോയി കിടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് പറയുന്നത്. അതിപ്പോ അവർക്ക് അറിയാൻ വയ്യാത്തോണ്ടാവും. ഏത് കാട്ടിൽ പോയി എന്ത് വേണമെങ്കിലും പിച്ചാം. മനസ്സിലായില്ലേ? ബെറീസ്, മഷ്റൂംസ്, ബ്ലൂബെറി ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ പലതരത്തിലുള്ള മഷ്റൂം ഉണ്ട്. അത് നല്ലോണം തുറന്നു വെച്ചിട്ട് കുടിക്കുക. അങ്ങനെ അത് നല്ലോണം നോക്കി കുടിക്കുക. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. കുഴഞ്ഞല്ലേ, ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. അച്ഛ തുറക്കും. അച്ഛൻ അവിടെ വീടിന്റെ ഡോർ തുറക്കട്ടെ, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ അല്ലാതെ എന്തോ ചെയ്യും. ഇറങ്ങാം, വയ്യ ഇറങ്ങാൻ. കുഴഞ്ഞായിത്തി, നടുവേനെ എടുക്കുന്നു. ഉണ്ട്, അച്ഛൻ്റെ ഫോണിനകത്ത് ചാർജ് ഉണ്ട്. അപ്പം അതെ, നമ്മള് വന്ന് ജസ്റ്റ് ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ച്, പിന്നെ ഷോപ്പിലൊക്കെ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചു. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പസിൽസ് കളിക്കുകയാണ് അകത്തിരുന്ന്. അഭിഷേകം. അതെ, അവളോട് പറഞ്ഞ അകത്ത് വെക്കോളാൻ പറഞ്ഞു.
ലിക്വിഡ് തീർന്നു, ഇനി അത് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചോണ്ട് വരണം, എന്നിട്ട് മറന്നുപോയി. പിന്നെ ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് വൃത്തിയായിക്കൊണ്ടിരിക്കുക. കുറച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ, ഇത് ഒരുപാടുണ്ട്. എല്ലാം വൃത്തിയാക്കി എടുക്കണം. കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല പൈസ കിട്ടുമല്ലോ അല്ലേ. എന്തായാലും നമ്മൾ പിച്ചിയതാ, കഷ്ടപ്പെടാതെ പൈസ കിട്ടത്തില്ല, അപ്പം നമ്മൾ കഷ്ടപ്പെടണം. ഇപ്പം ആണെന്നുണ്ടെങ്കിൽ കൊതുക് കുത്തുന്നതിന് വിനോദ് തീ ഇടാൻ പോവാണ്. തീ ഇട്ട് കൊതുകിനെ ഓടിക്കും. പിന്നെ ചെറിയ മഴയുണ്ട്, ചെറിയൊരു തണുപ്പുമുണ്ട്. അപ്പോൾ തീയും കാഞ്ഞിങ്ങനെ ഇരിക്കാമെങ്കിൽ നമുക്ക് തീയൊക്കെ കാഞ്ഞ് ബ്ലൂബെറിയൊക്കെ വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. ഇച്ചിരി നേരത്തെ വീഡിയോ എടുപ്പേ ഉള്ളൂ, പിന്നെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു. സോസേജ് ചുട്ട് തിന്നാം, ചൂട് കാഞ്ഞിങ്ങനെ ഇരിക്കാം. വൈകുന്നേരമായി, വൈകുന്നേരമല്ല രാത്രി 9:30 ആയി. പിന്നെ ഞാൻ അരി അടുപ്പിട്ടിട്ടുണ്ട്, ഒന്നും കഴിച്ചൊന്നുമില്ല. അപ്പോൾ അരി അടുപ്പിട്ടു, ഇനി അത് വേകണം. മതി. ഇപ്പൊ ബ്ലൂബെറി ക്ലീൻ ചെയ്ത് ചുമല കൈയായി. ഇത് കൈ കാണിച്ചു. ഇതിനകത്ത് ശകലം വെള്ളമുണ്ട്, മഴ ഉണ്ടായിരുന്നല്ലോ, മഴ ചാറിയതാ. എന്നാലും ഇത് വെട്ടല്ല, ഇച്ചിരി അങ്ങനെ ആകും. കാരണം ഇത് ഇതിനകത്ത് ചിലതെല്ലാം പെട്ടെന്ന് പൊട്ടും, അങ്ങനെയൊക്കെ. അങ്ങനെ വെള്ളം ഇങ്ങനെ കോരി എടുക്കുമ്പോ ഇങ്ങനെ നാമങ്ങിയിട്ട് അങ്ങ് പൊട്ടിപ്പോകും അതിന്റെ ഇടയിൽ ഇരുന്നിട്ട്. ശരി, അപ്പം ക്ലീനിങ്ങും നടക്കുന്നുണ്ട്, കഴിപ്പും നടക്കുന്നുണ്ട്. നോക്കിക്കേ, സോസേജ് ചുട്ടോണ്ടിരിക്കുക. ഏവക്കൊട്ടനാണെ അകത്തിരുന്ന് കളിക്കുക, ഇടയ്ക്ക് വരും, ഇച്ചിരി ബ്ലൂബെറി തിന്നും, സോസേജ് തിന്നും, പിന്നെയും പോകും. പ്രിന്റെല്ലാം എടുത്തു കൊടുത്തേപ്പുണ്ട്, അപ്പോൾ അവിടെ കളർ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ പസിൽസ് ഉണ്ട്, അതൊക്കെ ചെയ്തോണ്ടിരിക്കും. അതെ, അതെ. ഈ സോസേജ് ഇവിടെ ഈ ചൂടത്ത് വെച്ച് കഴിയുമ്പോഴേ നല്ലോണം ആവുകയും ചെയ്യും. നല്ല സ്മോക്കി ടേസ്റ്റും കിട്ടും. ക്ലീനിങ്ങും നടക്കട്ടെ. ഇഷ്ടം പോലെ ഉണ്ട്, ക്ലീൻ ചെയ്ത് കൊടുത്താൽ കൂടുതൽ പൈസ കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട, നോക്ക് ഇങ്ങനെ കൊടുക്കാന്ന്. പക്ഷെ ക്ലീൻ ചെയ്യുമ്പോ ഇതിന്റെ അകത്തൊന്നും വെയിറ്റും കുറയുമല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാം. ഏതാണ്ട് പാചകം ചെയ്യോ, കുക്ക് ചെയ്യുവാണോ പൊന്നെ? കുക്ക് ചെയ്യോ? എന്തോ കുക്ക് ചെയ്യുന്നത്? ചോറോ? പിന്നെന്തോ? പാൻ കേക്ക് ഉണ്ടാക്കും അല്ലേ? അതെ, കഴിക്കാൻ വേണ്ടിട്ടാ. എന്നാ ഇച്ചിരി സോസേജ് തിന്നത്. സോസേജ് റെഡി ആയിട്ടുണ്ട്, അച്ഛ സോസേജ് റെഡി ആക്കിയിട്ട് കഴിക്കാം. ഇനിയും കുറേ ക്ലീൻ ചെയ്യാനുണ്ട് നമുക്ക്. ഇപ്പം തന്നെ രാത്രി ഒരുപാട് വൈകി, ഇപ്പം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തതെല്ലാം ഇവിടെ കിടക്കുവാണ്. ഇനി ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കണം. ഇപ്പം വിനോദാണെന്നെ 2-3 സോസേജ് കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ ഒന്ന് ചുട്ട് തിന്നാന്ന് കരുതി. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇത് കൊടുത്ത് കിട്ടുന്ന പൈസ കിട്ടുമ്പോഴത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, ശരിക്കും ഒരു ഭയങ്കര സന്തോഷം അതൊക്കെ അല്ലേ. അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതെ, ഒരു രസം. നമ്മളത് കരുതി തന്നെ അങ്ങ് ചെയ്യുക, ഒരു സന്തോഷം. ആ പൈസയ്ക്ക് നമുക്ക് എന്തെങ്കിലും കുട്ടനെ നമുക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കാനും ഒക്കെ. അതെ, അപ്പൊ അവക്കും പിന്നെ എങ്ങനെ മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോ ഇത് പൊന്നെ ഇങ്ങനെ ഈ പണി ചെയ്തതിന്റെ പൈസയാ, ഇത് കുഞ്ഞിന്റെ പൈസയാ, നമ്മളിത് കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ അവക്കത് മനസ്സിലായി. നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ ഏൺ ചെയ്യണം, പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ, അല്ല കാശ് വെറുതെ വരത്തില്ല എന്നുള്ളൊരു മെസ്സേജും കൂടെ അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അത് ഓൾറെഡി അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. വെറുതെ കാശ് വരത്തില്ല, നമുക്ക് കാശ് എവിടുന്ന, കാരണം നമ്മളിത് കൊണ്ട് കൊടുക്കുമ്പോ ആണ് അവർ പൈസ തരുന്നത്. അതെ, അപ്പൊ ആ പൈസ നമ്മൾ ഷോപ്പിൽ കൊടുത്താലേ നമുക്ക് ഈ സാധനം കിട്ടത്തുള്ളൂ. നേരത്തെ അവള് കാശെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പേപ്പർ വെറുതെ കീറി വെച്ചിട്ട് അതായിരുന്നു കാശ്, ഇത് അമ്മാമ്മയ്ക്ക് കൊടുക്കാനോ നാട്ടിൽ കൊണ്ടുപോയെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി വെറുതെ പേപ്പർ കീറുന്നതല്ല കാശ്, ഇങ്ങനെ കിട്ടുന്ന ഇതാണ് കാശ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ, 4-4.5 വയസ്സേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാം അല്ലേ. നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് എട്ടും പൊട്ടും തിരിയത്തില്ല, ഇപ്പൊ തന്നെ തിരിയുന്നില്ലൊന്നും. നമ്മളിങ്ങനെ അതെ, അവളാണ് ഇന്ന് പറഞ്ഞത് നമുക്ക് പോവാം, നമുക്ക് ബ്ലൂബെറി പിച്ചാൻ പോവാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അവള് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അച്ഛ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇറങ്ങാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങ് പോയി. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു.
നല്ല രസമായിരുന്നു. കാരണം അവിടെ വലിയ തിക്കായിട്ടുള്ള കാടും അല്ലായിരുന്നു, നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പിച്ചെടുക്കുകയും ചെയ്യായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം എല്ലായിടും ബ്ലൂബെറി ഉണ്ട് ഇഷ്ടം പോലെ. കാരണം പിച്ചാൻ ആൾക്കാരില്ല. അതെ, നമുക്ക് ഇഷ്ടം പോലെ എവിടെ പോയാലും പിച്ചും. അല്ലാത്തപ്പോ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. കാരണം ഇത് പിച്ചുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതെ, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അന്നയുടെ ഒക്കെ കാട്ടിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പിച്ചി എടുക്കും. നമ്മള് വേറെ അങ്ങോട്ടും പോത്തില്ലായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കാടുകളുണ്ട്, അവിടെ എല്ലാം ബ്ലൂബെറി ഉണ്ട്. അതെ, നമുക്ക് മടിയായിരുന്നു പണ്ടൊക്കെ, ഇപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാനായിട്ട്. നമുക്കിപ്പോ ഒരു ജോലി ചെയ്ത് പൈസ കിട്ടുമ്പോ നമുക്ക് ഈസി പണിയാണ്, നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും തോന്നും. അതെ, സോ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിനും അതിനൊരു മാന്യതയുണ്ട്. ഏത് ജോലിയാണെന്നൊന്നുമില്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. മനസ്സിലായി? ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 1 രൂപ പോലും നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അതെ, പക്ഷെ ഈ സാധനം നമ്മൾ കൊടുത്ത് നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, അതിന് ടാക്സും അടയ്ക്കണ്ട. ഇതിന്റെ പ്രോഡക്ട്സ് തന്നെ നമ്മളിപ്പം ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പൈസ അതിന്റെ ടാക്സ് ഇൻക്ലൂഡ് ആയിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. ഇപ്പൊ ഇത് ജാമാക്കി അവർ വിൽക്കുകയാണ്, അതിന് നമ്മൾ എന്താണ് ഈ പ്രോഡക്റ്റിന്റെ പൈസയും കൊടുക്കണം, ടാക്സും കൊടുക്കണം. ഇതെല്ലാം കാട്ടിക്കിടന്ന് നശിച്ചു പോകേണ്ട സാധനങ്ങളാണ്. അപ്പൊ അവരിങ്ങനെ ടാക്സ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നമുക്ക് പിച്ചി വിൽക്കാനുള്ള ഇത് തരുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പിച്ചി വിൽക്കുകയും ചെയ്യും. ഇത് എല്ലാം കൊണ്ടും ഗുണമാണ്. കാരണം ഇത് ഗവൺമെന്റിന്റെ നല്ല കാര്യമാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. അവർക്ക് ബൈ പ്രോഡക്റ്റിൽ നിന്ന് എന്താണ് അവർക്ക് ടാക്സ് എടുക്കാം. മനസ്സിലായില്ലേ? ഇത് കാട്ടി കിടന്ന് വെറുതെ നശിച്ചു പോകുന്ന സാധനമാണ്. ആരും പിച്ചിയില്ലെങ്കിൽ അവിടെ കിടന്ന് വിന്റർ ആകുമ്പോൾ ചീഞ്ഞു പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ പിച്ചി മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടാക്സ് ആയിട്ട് ഗവൺമെന്റിനും പോകുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ജോലി ചെയ്ത് ടാക്സ് അടയ്ക്കുന്നുണ്ട്, പോരാത്തതിന് ഇത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതാണ് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഏഷ്യക്കാരും തായ്ലാൻഡുകാരൊക്കെ പിന്നെ വിയറ്റ്നാമീസ് അവരൊക്കെയാണ് ചെയ്യുന്നത്. ഫിനിഷുകാരും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ദേ നമ്മള് ബ്ലൂബെറി കൊണ്ട് വിൽക്കാനായിട്ട് പോവാണ്. നമ്മുടെ ബ്ലൂബെറീസ് കഴിഞ്ഞ ദിവസം നമ്മൾ പിച്ചിക്കൊണ്ട് വന്നേ. കമന്ന് പോകാതിരിക്കാനായിട്ടേ ദേ ഇതിനകത്തോട്ട് വെക്കാം. കമന്ന് പോയാലും ഇതിൽ തന്നെ കിടന്നോളൂല്ലോ അല്ലേ? ഇപ്പം ഇത് വെച്ചോണ്ട് പോകും. അല്ല, വണ്ടി ചിലപ്പോൾ ബ്രേക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് ബക്കറ്റ് വെച്ചിട്ട് പണി കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ഹാർഡ് വർക്ക് മുഴുവൻ വെള്ളത്തിൽ പോകും. അതെ, അപ്പൊ ഇതിലിരിക്കും. വൈകുന്നേരം ആയപ്പോ നല്ല തിരക്കല്ലേ റോഡിലെല്ലാം. നമ്മള് പോവാണ് നമ്മുടെ ബെറി എല്ലാം കൊടുത്ത് കാശാക്കാനായിട്ട്. ഓക്കെ, കേറിക്കോ. കുട്ട എന്താടാ കഴിക്കുന്നേ? കാറയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പ വിശപ്പ, എന്തേലുമൊക്കെ കഴിക്കണം അല്ലേ? സുഖം. കാറെ കയറി അപ്പ കഴിക്കണം. ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ചോറുണ്ടണോ എന്ന് പറഞ്ഞു. അച്ഛ പറഞ്ഞു നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു ഉച്ചയ്ക്ക്. അപ്പൊ പറഞ്ഞ് നമുക്ക് ഇച്ചിരി ചോറും കൂടെ ഉണ്ടോണ്ട് പോയാലോന്ന് കരുതി അച്ഛയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിലോട്ടിട്ട് കുഴച്ച് മോരും ബീട്രൂട്ടും എല്ലാം കൂടെ കുഴച്ച് ഉണ്ട പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ലിപ്സ്റ്റിക് ഇട്ടതൊന്നും നോക്കിയില്ല, അങ്ങ് കഴിച്ചു. അങ്ങനെ അവസാനം ലിപ്സ്റ്റിക് എല്ലാം ചുണ്ടേന്ന് പോയി. ഇപ്പം നാക്കെല്ലാം ചുവന്നിരിക്കുക ബീട്രൂട്ട് കഴിച്ചിട്ട്. പല്ലും അത് കുറച്ചു നേരം ഇങ്ങനെ കളറ് കാണും അല്ലേ അതിന്റെ. രാവിലെ പാൻകേക്ക് കഴിച്ചാ, ഇന്നൊന്നും കഴിച്ചില്ല. പിന്നെ ഇത് ബ്ലൂബെറി ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. ഒരു ഈച്ച കയറിയിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ, സൗണ്ട് കേൾക്കുന്നു. ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു, രാത്രിയിൽ എന്തോ ഒരു മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. തല്ലി പൊട്ടിച്ച് പെയ്യുന്ന പോലെ തോന്നുമായിരുന്നു ഫുള്ളിങ്ങനെ നല്ല ഒച്ചത്തിൽ. കാരണം അത്രയ്ക്കും നല്ലോണം മഴ പെയ്തു. വെളുപ്പിനെ പെയ്തു, വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്ക്. കാരണം ഇവിടെ അത്രയ്ക്കൊന്നും മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും സൗണ്ട് ഒന്നും കേൾക്കില്ല. സൗണ്ട് പ്രൂഫ് അല്ലേ? മഴ പെയ്തു അന്നേരം കേൾക്കും. അന്നേരം നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടത് ശരിക്കും സൗണ്ട്. നല്ല സുഖമായിരുന്നു കിടന്ന് ഉറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ ബ്ലൂബെറി ഒക്കെ പിക്ക് ചെയ്ത് വന്നിട്ട് മേലും ഒക്കെ അങ്ങ് വേദനയാ. കുനിഞ്ഞു നിവർന്നു നിന്ന് ഇങ്ങനെ പിച്ചത്തില്ലേ, അപ്പൊ എന്തോ ഒരു വേദനയാന്ന് പറഞ്ഞ. കാരണം നമുക്കിത് സ്ഥിരമായിട്ട് നമ്മുടെ പണിയല്ലല്ലോ. അതെ, ഫുൾ ടൈം ഇങ്ങനെ കുനിഞ്ഞു കിടക്കുമല്ലേ, നമ്മള് കുനിഞ്ഞാ നിക്കുന്നത്. അപ്പൊ നമുക്ക് നടുവേദന എടുക്കും, നല്ല നടുവേദന ഉണ്ടായിരുന്നു. നമ്മുടെ കൂടി വന്ന 3 മണിക്കൂർ, ഇത്രയും നമ്മൾ പിച്ചത് 3 മണിക്കൂറും ഉണ്ടാവും. അത് പിന്നെ ഏവക്കൂട്ടം കൂടെ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നിർത്തും, കാറിൽ വരും, നമ്മള് പിന്നെ വെള്ളമൊക്കെ കുടിക്കും. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ. നമ്മള് ഫണ്ടിന് വേണ്ടി ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലാതെ നമ്മള്
ഇതിനു വേണ്ടി തന്നെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുമായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇടയ്ക്ക് കളിപ്പിക്കണം, അതെ, ഓരോന്ന് പറഞ്ഞു കൊടുക്കണം, കാട്ടിക്കൂടെ നടക്കണം, കഥകൾ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്തായാലും രസമായിരുന്നേ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആവേശമായി. പെട്ടെന്ന് അങ്ങ് നിറച്ചങ്ങിടാനായിട്ട് ഭയങ്കര ആവേശമാണ്. ചിലയിടത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചിലയിടത്ത് ഇത് കണ്ടോ എന്ന് പറഞ്ഞ് നമ്മള് കയറി പിച്ച് വേഗം ചാടി കയറി. ഒരു സന്തോഷം, അതൊക്കെ രസമാണ്. എനിക്ക് അതിന്റെ രാത്രി കിടത്തുറങ്ങിയപ്പോ ബ്ലൂബെറി ചെടിയിൽ നിൽക്കുന്ന സ്വപ്നം കാണുമായിരുന്നു. അതെ. അപ്പൊ നമ്മളിതാ ഇപ്പൊ ഏഷ്യൻ ഷോപ്പിൽ കയറിയതായിരുന്നേ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് എന്തൊക്കെയാ വാങ്ങിയത്? കൊഞ്ച്, പിന്നെ കണവ, പിന്നെ ചില്ലി, കാന്താരി മുളക്, തേങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഷോപ്പിൽ വന്നാലേ നമുക്ക് നമ്മുടെ നാട്ടിലെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ കാന്താരി മുളക്. പിന്നെ ഈ കണവയും കൊഞ്ചും ഒക്കെ കിട്ടുമല്ലോ, അതൊക്കെ വാങ്ങിച്ചു. ഫ്രോസൺ ആണല്ലോ, എല്ലാം ഫ്രോസൺ ആണ്, ഫ്രഷ് ഒന്നും കിട്ടത്തില്ല. കുട്ടനെന്താ മുട്ടായി കൊടുത്തിട്ടുണ്ട് ആന്റി. അപ്പൊ അത് കഴിക്കുന്നു. നമ്മളിവിടെ വന്നോന്ന് നമ്മളോട് ഭയങ്കര പരിചയമാണ്. നമ്മൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഇന്ന് എന്താ നൂഡിൽസും മുട്ടായി ഒക്കെ ഫ്രീ ആയിട്ട് സന്തോഷം. പിന്നെ മാർക്കറ്റിംഗ് കൂടെ അല്ലേ. അതെ, നമുക്ക് അവരോട് ഇഷ്ടം തോന്നും. അപ്പൊ നമ്മള് പിന്നെയും വരും. അതാണ്. അപ്പൊ പോവാം. അപ്പൊ അതെ, നമ്മള് ബെറീസ് എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ ബ്ലൂബെറി വിൽക്കാനായിട്ട് വന്നതാണ്. അപ്പം ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്യാതെ എടുക്കും ഇവര്. ക്ലീൻ ചെയ്തും എടുക്കും. അത് കണ്ടോ, 2 രീതിയിലായിട്ട് എടുക്കുന്നുണ്ട്. അതെ, കോടീശ്വരനായി. 50, 20, 70, 80, 81, 81.5, 81 രൂപ 65 സെന്റ്. ഓക്കെ. പിന്നെ ഇന്നലെ കിട്ടിയ 26.5. 26.5 അല്ലേ? 100 യൂറോ മേളിലായി. അതെ, എന്തായാലും ഒത്ത് ഞാൻ പറയുന്നത് ഇനി വല്ല ക്ലീൻ ചെയ്യാതെ കൊണ്ട് കൊടുക്കുന്നത്. ക്ലീൻ ചെയ്യാതെ കൊടുത്താലേ ലാഭം. പക്ഷെ കുറച്ചേറെ പിച്ചണമെന്നേ ഉള്ളൂ. അതെ, ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ഇപ്പൊ അവന്മാര് അതിന് വെറ്റാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അവര് കഴിവതും അത് ചെറിയ വിലക്ക് എടുക്കാൻ നോക്കും. ചെറിയൊരു ഇതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും മനസ്സിലായോ? അവർക്ക് അത് ലാഭമാണ്. ഓൾറെഡി ക്ലീൻ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പറ്റിക്കാൻ നോക്കണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിറ്റതായിരുന്നു. അപ്പൊ വേറെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവരെടുത്ത് ഞങ്ങളുടെ ഹാർഡ് വർക്ക് അത് ഞങ്ങൾക്ക് അങ്ങനെ തരാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാരും അങ്ങനല്ലേ, അവരുടെ ലാഭമല്ലേ നോക്കത്തുള്ളൂ. അതെ, ഇനിയും അതില് വിൽക്കുവാണെങ്കിൽ നമ്മള് ഇങ്ങനെ കൊണ്ടുവന്നാ മതി. കൊടുക്കുക. അപ്പൊ പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയം വേണ്ട, ഒന്നും വേണ്ട. അത് പിച്ച് എടുക്കാൻ നമുക്ക് അധികം സമയം എടുക്കത്തില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്യാനാണ് കുറച്ച് സമയം വേണ്ടത്. പിന്നെ തലവേദന എടുക്കും. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഇച്ചിരി പാടൊന്നുമല്ല. പൈസ കൂടുതൽ കിട്ടും. പക്ഷെ പാടൊന്നുമല്ല, ഇച്ചിരി പാടാണ്. അങ്ങനെ പറയണ്ടേ, നല്ല പാടാ. ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാ. എന്തായാലും കിട്ടിയതാട്ടെ. ഇനിമേലെ നമുക്ക് എന്താണ് ക്ലീൻ ചെയ്യാതെ കൊടുക്കാം. അതാ നല്ലത്. അതാകുമ്പോ കൂടുതൽ പിച്ചുകയും ചെയ്യാം. ക്ലീൻ ചെയ്യുമ്പോഴേ ഇങ്ങനെ നനയുന്നത് നമ്മുടെ കയ്യിലിരുന്ന് പൊട്ടിയൊക്കെ പോകും. പിന്നെ മഴയുണ്ടെങ്കിലും ചില സമയങ്ങളിൽ വെറ്റായിട്ടിരിക്കും. പക്ഷെ അതൊരു പ്രശ്നമല്ലെന്ന് തോന്നി ഇവർക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. കുറച്ച് കൂടുതൽ അങ്ങ് പിച്ചുകയും ചെയ്യാൻ കൊണ്ട് കൊടുക്കുകയും ചെയ്യാം. അതിനകത്ത് കുറെ ഇങ്ങനെ കുഞ്ഞു കക്കായോ അതും ഇതൊക്കെ കിടക്കും. അതിന്റെ എല്ലാം വെയിറ്റും കൂടെ അങ്ങാവും അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു അത് ലാഭമാണ്. അത് നോക്കുകയും വേണ്ട, പിച്ച് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണത്. നമ്മളെ പറ്റിക്കാൻ നോക്കിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം വന്നതിന്റെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വിറ്റതാന്നൊക്കെ പറഞ്ഞ്. അല്ല, ഞാൻ പിന്നെ പറഞ്ഞു വേറെ അടുത്ത് ഞാൻ തിരക്കിയത്. എന്റെ ആ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ അയാളെ കാണിച്ചു കൊടുത്ത്. അവരുടെ ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടോ, അവരെനിക്ക് ഇതിൽ കൂടുതൽ പൈസ തരുമെന്ന് പറഞ്ഞ്. അതെ, അങ്ങനെ പിന്നെ എന്തായാലും കൊടുത്ത്. അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. തായ്ലാന്റുകാരാണ് ഇവര്. ചലാക്കന്മാര്. അങ്ങനെ വിടാനൊക്കത്തില്ല. നമ്മളെ പറ്റിച്ചെടുത്തിട്ട് മലയാളികളെ പറ്റിക്കാൻ നോക്കുന്നു. നടന്നു തന്നെ. ഇനി അടുത്ത പ്രാവശ്യം കുറച്ച് പച്ചക്കായും അതും ഇതെല്ലാം പറിച്ച് കൊടുക്കും. ക്ലീൻ ചെയ്ത് കഴിയുമ്പോ കുറ്റം പറയും, ക്ലീൻ ചെയ്യാത്തപ്പോ കുറ്റം പറയാൻ നോക്കാം. അന്നേരം നോക്കണ്ട, കുറച്ച് പച്ചക്കായും അത് ഇത് ഇലയും പൂച്ചയും പുല്ല് എല്ലാം കൂടെ കാരിയിട്ടങ്ങ് കൊടുക്കാം. അതെ, എന്തായാലും കാശ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി എന്നാ. നമ്മളിപ്പോ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഏവക്കുട്ടന് കളിപ്പാട്ടം വാങ്ങിച്ചതാ. ഏവക്കുട്ടൻ ബ്ലൂബെറി വിച്ച് കാശിന് ഏവക്കുട്ടന് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അല്ല,
അപ്പൊ ഇതിന്റെ എക്സ്ട്രാ വാട്ടർ നമ്മൾ വേറെ കുപ്പിക്കകത്ത് വലിയ കുപ്പിക്കകത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോ നിറച്ച് റീഫിൽ ചെയ്ത് കൊടുക്കാം ഇതിനകത്ത്. ദേ ബെറി വിറ്റ കാശിന് കുഞ്ഞിന് തോക്ക് വാങ്ങിച്ചു. ദേ അച്ഛ ഇപ്പൊ ഊതി കാണിക്കും. കണ്ടോ? കുഞ്ഞിന് സന്തോഷമായി അല്ലേ? കുഞ്ഞിന്റെ കാശിന് വാങ്ങിച്ചാണോ? കണ്ടോ? ഇതെവിടുന്ന പൊന്നാ? കാറിനകത്ത് ഞെക്കല്ലേ, അങ്ങ് മാറ്റി വെച്ചരച്ചേ. ആ അതങ്ങനെ പുറകെ വെക്കും. പുറകെ വെച്ചേ. ഡ്രസ് വാങ്ങിക്കാൻ കേറിയേക്കോ? അതെ, കൊറേ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കും. അത് ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓക്കെയാ, എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുണ്ട്. ഇഷ്ടപ്പെട്ടോ കളർ? ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തുടങ്ങണ്ടേ, അപ്പം എല്ലാ ദിവസവും വേണം. പോവാ ഇബാ 3-4 എണ്ണം എടുത്തല്ലേ? എന്നും വേണമല്ലോ, ദിവസവും നമുക്ക് ഉപയോഗിക്കേണ്ടതാ. ഇഷ്ടംപോലെ ഡ്രസ്സുകൾ വേണം. പസിൽസ് വാങ്ങിച്ച് എന്തേ പോന്നെ കാണിച്ചേ? ടൈഗറിന്റെ, അത് 500-ന്റെ ആണ്. ഇവക്കോട്ടെ ഇപ്പൊ ചെറിയ കളികളൊന്നും ഇല്ല, വലിയ കളികൾ മാത്രം. അടുത്ത ഷോപ്പിൽ കയറിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഞാൻ വീണ്ടും ഒരു ചെറിയ പാത്രം എടുത്തു, കടുക് പൊട്ടിക്കാനായി ചെറിയൊരു പാത്രം. വിനോദിന്റെ മുഖം ഇതായിട്ടുണ്ട്. പാത്രം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കുമെന്ന് പറയും. അതായത് നമുക്ക് അങ്ങനെയാണല്ലോ, ചെറിയ കാര്യങ്ങളെ കാണുമ്പോൾ എടുക്കാൻ തോന്നും. 1000 പാത്രമാണ് ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ എത്ര പാത്രം വാങ്ങിച്ചത്? വെറുതെ പാത്രം വാങ്ങിച്ച് കൂട്ടി വെക്കുക. പാത്രം വാങ്ങിക്കുന്നതിന്റെ ഒരു സംതൃപ്തി, അത് പാത്രം ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമല്ലേ. അച്ഛനാണെന്നുണ്ടെങ്കിൽ ബൂട്ട് നോക്കുവാണ്. അതായത് ഇത് ഈ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് വെള്ളത്തിലൊക്കെ ജസ്റ്റ് ഒന്ന്, ഒരുപാട് ആഴത്തിലോട്ടൊന്നും അല്ല, ഇങ്ങനെ കല്ലയിലൊക്കെ കയറി നിൽക്കുമ്പോഴത്തേക്ക് കാല് നനയാതിരിക്കാൻ അല്ലേ. പിന്നെ എപ്പോഴും ഉപയോഗിക്കാം നമുക്ക്, കാട്ടിലൊക്കെ പോകുമ്പോഴാണല്ലോ ഉപയോഗിക്കാൻ തോന്നുന്നല്ലേ. അങ്ങനത്തെ കണ്ട്. അതെന്താ അവിടെ ഇരിക്കുന്നേ? കൊട ഇരിക്കുന്ന അവിടെ. അച്ഛേ കൊട കണ്ടിട്ട് ഇപ്പൊ കൊട വേണമെന്നാ പറയുന്നത്. നമ്മള് കണ്ണാടി കണ്ടപ്പോഴത്തേക്ക് കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് പോസ് ചെയ്യുക എല്ലാരും കൂടെ. അച്ഛ ഇപ്പം തൊപ്പികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. മീൻകാരനെ പോലെ ഉണ്ടോ? ഏത് മീൻകാരനെ തൊപ്പി വെച്ചോണ്ട് വരുന്നത്? ഇത് നല്ല രസമുണ്ട് കാണാൻ. വാവ്, കുഴഞ്ഞോടാ കൂട്ടാ? അത് മിഠായി തന്നെയല്ലേ, അത് കഴിഞ്ഞല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോ സമയം രാത്രി 10 മണി. കട അടയ്ക്കാറായെന്ന് അനൗൺസ്മെന്റ് കേട്ടപ്പോ ഇറങ്ങി ഓടി. അല്ലെങ്കിൽ അവർ ഇറക്കി വിടും. മറ്റേ കടയിൽ അങ്ങനെ അതെ, അവിടെ അനൗൺസ്മെന്റ് കേട്ടിട്ട് ഇറങ്ങി ഓടി. 9 മണിക്ക് അടച്ചിട്ട് ഇവിടെ വന്നു. ഇവിടെ 10 മണിക്ക് അടക്കുന്നത്. ഇനി കടകളൊന്നുമില്ല. 10 മണി അങ്ങനെ തന്നെയായിരുന്നു. പൂയില് 8 മണിക്ക്. അതെ, അവിടെ അങ്ങനെ തന്നെ. അമ്മച്ചിയുടെ എല്ലാ ദിവസവും അങ്ങനെയായിരുന്നു. അമ്മച്ചിയുടെ കട 6 മണിക്ക് അടയ്ക്കും. അതെ, പിന്നെ അടുത്ത പൂയില് നമ്മള് പിന്നെ ഇത് വാങ്ങിച്ചത് 8 മണിക്ക്. 8 മണിക്ക്. മറ്റേത് പിന്നെ 9 മണിക്ക്. പ്രിസ്മ 10 മണിക്ക്. അങ്ങനെ സകലതും അടച്ച്. നമ്മള് ഇനി ഇവിടെ സിറ്റിയിലൊന്നും കടകളൊന്നും ഇല്ല. 24 hours ഇനി ഒന്നും ഇല്ല നമുക്കിവിടെ. ഇതാണ് പുള്ള കഴിക്കാണ്. ബ്രെഡാണ് മധുരമുള്ള. ഇതിനകത്ത് ജാമൊക്കെ വെച്ചിട്ടുള്ള. മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. നമ്മള് കഴിക്കും. അതെന്തുകൊണ്ടായിരിക്കും നമുക്ക് മധുരത്തിനോട് ഇഷ്ടം തോന്നുന്നത്? അതെനിക്കറിയത്തില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലെത്തി. ഇന്നത്തെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു അല്ലേ? അവസാനിപ്പിച്ചു. അതോ ഒരാളവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അച്ചക്ക് കളിക്കുന്നേ എവിടെ പേര് പറഞ്ഞു. മതി അച്ഛ, തീർക്കാതെ അച്ഛേ, കുഞ്ഞിന്റെ അച്ഛേ. അപ്പൊ ദേ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നത്. അമ്മച്ചിയുടെ ഷോപ്പിൽ കയറി വാങ്ങിച്ചത് പൊറോട്ട, പിന്നെ കണവ, കൊഞ്ച്, പിന്നെ തേങ്ങയാണിത്, തേങ്ങ, പിന്നെ നമ്മുടെ പച്ചമുളക്, കാന്താരി മുളക്, പുട്ടിനുണ്ടാക്കാൻ തേങ്ങ. അങ്ങനെ ഇത്രയും സാധനമാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചത്. പിന്നെ പുട്ടിന് പസിൽസ്. ഇതിന്റെ ഫുൾ എണ്ണി നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. 500 ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ഊരിപ്പോ പോയത്
ആണോ? ഓക്കെ. ഇപ്പൊ ഇത് പോയിന് വേറെ നൂല് എടുത്തിട്ട് ഇടാ. ഇതിപ്പോ പൊട്ടിപ്പോയി. കണ്ട ഈ നൂലെല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ ദേ ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന സുഷി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സുഷി വേണമെന്ന് പറഞ്ഞ് അച്ഛതേ അപ്പൊ തന്നെ ഏവക്കുട്ടന് ഹോം മെയ്ഡ് സുഷി ഉണ്ടാക്കി കൊടുത്തു അല്ലേ. ഇത് വേവിച്ച ടൂണയാണ്, ടിൻ ടൂണ അല്ലേ? ഞാൻ പുതിയത് സോപ്പിൽ മേടിച്ചോണ്ട് വന്നു. അതെ. അപ്പൊ അതേ സോയാ സോസ് ഉണ്ട് ഡിപ്പിങ്ങിന്. ഏവക്കുട്ടൻ അത് ഡിപ്പ് ചെയ്ത് ഇനി കഴിക്കാൻ പോവാ അല്ലേ? മുക്കി മുക്കി നം 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 കഴിക്കും.